ലോർഡ് ഓഫ് ദ റിംഗ് ഇതൊരു സിനിമയല്ല, ഇതൊരു വിസ്മയമാണ്. ഫാന്റസി സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല, സിനിമാ പ്രേമികളായ എല്ലാവർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു മാസ്റ്റർ പീസാണ് പീറ്റർ ജാക്സൺ ഒരുക്കിയ ഈ ചിത്രം. J.R.R. ടോൾക്കിൻ്റെ പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ 3 ഭാഗങ്ങളും സിനിമയുടെ എല്ലാ മേഖലകളിലും വിപ്ലവം സൃഷ്ടിച്ചവയാണ്. അവിശ്വസനീയമായ മേക്കിംഗ്, 20 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ സിനിമയാണെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിലുള്ള വിഷ്വൽ എഫക്റ്റാണ് ഇതിൻ്റെ കരുത്ത്. മിഡിൽ എർത്ത് എന്ന സാങ്കല്പിക ലോകത്തെ ഇത്ര മനോഹരമായി സ്ക്രീനിൽ എത്തിച്ചത് ഒരു അത്ഭുതം തന്നെയാണ്. ഫ്രോഡോ, സാം, ഗാൻഡാൾഫ്, ആരഗോൺ തുടങ്ങി ഓരോ കഥാപാത്രത്തിനും വ്യക്തമായ ലക്ഷ്യങ്ങളും വൈകാരികമായ വശങ്ങളുമുണ്ട്. ഗോളത്തെ പോലുള്ള കഥാപാത്രങ്ങൾ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച സൃഷ്ടികളിൽ ഒന്നാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഇതിലെ പശ്ചാത്തല സംഗീതം. ഓരോ രംഗത്തിനും നൽകുന്ന ഊർജം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഷെയറിലെ ശാന്തതയും യുദ്ധകളത്തിലെ തീവ്രതയും ആ സംഗീതത്തിലൂടെ നമുക്ക് അനുഭവപ്പെടും. സൗഹൃദം, ത്യാഗം, തിന്മയ്ക്കെതിരെയുള്ള നന്മയുടെ പോരാട്ടം എന്നിവ വളരെ മനോഹരമായി ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. 17 ഓസ്കാർ അവാർഡുകൾ നേടിയ ഈ സീരീസ്, പ്രത്യേകിച്ച് അവസാന ഭാഗമായ ദ റിട്ടേൺ ഓഫ് ദി കിങ്, സിനിമയിലെ എപ്പിക് എന്ന വാക്കിന് പുതിയൊരു അർത്ഥം നൽകി. ലോക ചരിത്രത്തിലാദ്യമായാണ് ഒരു ഫാന്റസി മൂവിക്ക് 17 ഓസ്കാർ അവാർഡുകൾ വാങ്ങുന്നത്. ഈ സിനിമ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക.